ഞാൻ ഈ സ്വീകരണം ഏറ്റുവാങ്ങി ഈ ഹോൾ ഇവിടേക്ക് കടക്കുമ്പോൾ ഞാൻ കരയാതിരിക്കാൻ ഒരുപാട് പാടുപെട്ടു. കാരണം കഴിഞ്ഞ 4 നൂറ്റാണ്ട് കാലമായി എന്നെ നടത്തുന്ന ഇന്ധനവും എൻ്റെ ഊർജവും എൻ്റെ എല്ലാം നിങ്ങളാണ്. പുതിയ ഒരു കേരളത്തെ സൃഷ്ടിക്കാൻ, ഒരു പുതുയുഗത്തിന് തുടക്കമിടാൻ ഞങ്ങൾ എല്ലാവരും ചേർന്ന് കഠിനാധ്വാനിച്ച് രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനവും ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന കഠിനാധ്വാനവും അവർക്ക് വേണ്ടി അർപ്പണബോധത്തോടുകൂടി ചെയ്യുന്ന പ്രവൃത്തിയുമാണ് എന്ന് ഞങ്ങൾ അതിന്റെ നിർവചനം മാറ്റിയെഴുതും. ഇതൊരു ദൈവികമായ നിയോഗമായി ഞാൻ കാണും. എന്റെ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നെ വലിയ ഒരു ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ലീഗ് പറഞ്ഞ ആ പേരിലേക്ക് എത്തിയിരിക്കുകയാണ്. ലീഗ് പറഞ്ഞ പേര് എന്നല്ല, ഇത് ഒരു ജനാധിപത്യ പ്രക്രിയ, കുറച്ച് വൈകിയെന്ന് മാത്രം. AICCയും അതുപോലെ ഹൈക്കമാൻഡൊക്കെ വിലയിരുത്തി ചർച്ച ചെയ്യുകയും കേരളത്തിൻ്റെ പൾസ് മനസ്സിലാക്കുകയും എല്ലാ നേതാക്കളുമായി ഒരു നീണ്ട ചർച്ച ചെയ്തതിനു ശേഷം ഒരു തീരുമാനമുണ്ടായി. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചു. ഹൈക്കമാൻഡിൻ്റെ തീരുമാനം ഞങ്ങൾ അംഗീകരിക്കുന്നു. 100+ UDF. എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം UDF-ൽ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. UDF-ൽ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ അത് എൻ്റെ കൂടെ പരാജയമാണ്. നമ്മൾ പറയുന്ന വാക്കുകളുടെ വിശ്വാസ്യത, അതാണ് ഏറ്റവും പ്രധാനം. ഞാനതൊരിക്കലും നിൻ ദീർഘവീക്ഷണത്തിൻ വെളിച്ചം ഞങ്ങൾക്കേകും പുതിയൊരധ്യായം. അഭിവാദ്യ